മുതിർന്ന കോൺഗ്രസ് നേതാവ് തെന്നല ബാലകൃഷ്ണപിള്ളയ്ക്ക് രാഷ്ട്രീയ കേരളം ഇടം നൽകാൻ ഒരുങ്ങുകയാണ്. തിരുവനന്തപുരം നെട്ടയത്തെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ ഇന്ന് രാവിലെ 10:30 മണി വരെ പൊതുദർശനം ഉണ്ടാകും. തുടർന്ന് KPCC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ മൃതദേഹം എത്തിക്കും. ഉച്ചയ്ക്ക് 1:30 മണിക്ക് ഔദ്യോഗിക ബഹുമതികളോടെ ഇന്ന് ശാന്തി കവാടത്തിൽ സംസ്കാരം നടക്കും. നെട്ടയത്തെ തെന്നലയുടെ വീട്ടിൽ നിന്ന് ഉമേഷ് ബാലകൃഷ്ണൻ ചേരും. വളരെ നമ്മുടെ രാഷ്ട്രീയ രംഗത്തെ വളരെ സൗമ്യ മുഖമായിരുന്നു തെന്നല. അദ്ദേഹത്തെ ഒരു ദിവസം നമുക്കൊന്ന് കാണാൻ കഴിയുകയാണെങ്കിൽ മനസ്സിന് തന്നെ വല്ലാത്തൊരു സുഖമാണ്. പ്രതിസന്ധിയുടെ നടുവിൽ നിൽക്കുമ്പോഴും തെന്നല എപ്പോഴും ചിരിച്ചു നടക്കുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ കേരളത്തിലെ രാഷ്ട്രീയ രംഗത്ത് അദ്ദേഹം ഒരു മോഡൽ പൊളിറ്റീഷ്യനായിരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ ഒരുപക്ഷെ കേരള രാഷ്ട്രീയത്തിൽ വലിയൊരു സങ്കടകരമായ വിയോഗമാണ് ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ 24-നുള്ള ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് നെട്ടയത്തെ വീട്ടിലേക്ക് ഉമേഷ് ബാലകൃഷ്ണൻ തത്സമയം ചേരുന്നു. ഉമേഷ്, ഗുഡ് മോർണിംഗ്. പറയും. ഗുഡ് മോർണിംഗ് എക്സേൻ. സങ്കടകരമായ ഒരു വാർത്തയാണ്. ഇന്നലെയാണ് തെന്നല ബാലകൃഷ്ണപിള്ള അന്തരിച്ചത്. ഇന്നലെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം. അതിനുശേഷം ഏകദേശം 1 മണിയോടുകൂടിയാണ് നെട്ടയത്തെ ഈ വീട്ടിൽ, അമ്പാടി എന്ന വീട്ടിലേക്ക് എത്തിക്കുന്നത്. ഏകദേശം 25 വർഷം മുൻപാണ് കൊല്ലത്ത് നിന്ന് രാഷ്ട്രീയ പ്രവർത്തനം പൂർണ്ണമായി തിരുവനന്തപുരത്തേക്ക് മാറ്റിയ ശേഷം ഇവിടെ ഒരു വീട് വാങ്ങുകയും ഇവിടെ താമസം തുടങ്ങുകയും ചെയ്തു. അതിനുശേഷം കഴിഞ്ഞ 25 വർഷവും കുടുംബസമേതം, അതായത് ഭാര്യ, മകളുടെ കുടുംബം എന്നിവരെല്ലാം ഇവിടെ തന്നെയായിരുന്നു താമസമുണ്ടായിരുന്നത്. ഇതിനിടയിൽ തന്നെയായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെല്ലാമായി കഴിഞ്ഞ 1 മാസമായി സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. ഈ കാലയളവിൽ പോലും മുതിർന്ന KPCC നേതാക്കളും കോൺഗ്രസ് നേതാക്കളും അടക്കമുള്ളവർ ആരോഗ്യ വിവരങ്ങൾ തേടി വിളിക്കുമ്പോൾ പോലും ആരും താൻ തിരിച്ചു വരും, മറ്റ് താരം ഇപ്പോൾ തന്നെ കാണാൻ വരേണ്ടതില്ല, കുഴപ്പമില്ല എന്നുള്ള മറുപടി നൽകി ആ സന്ദർശകരെ പോലും, തൻ്റെ വ്യക്തിപരമായ ആരോഗ്യ ബുദ്ധിമുട്ടുകൾ പോലും പാർട്ടി പ്രവർത്തകർക്ക് ഒരു മറ്റു ബുദ്ധിമുട്ടാകാതെ, അവർ നേരിട്ട് വന്ന് കാണുമ്പോഴുള്ള ബുദ്ധിമുട്ടാകാതെ മാറ്റി നിർത്തി അത്തരത്തിൽ ഒരു സൗമ്യ മുഖമായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. വിവിധ ഘട്ടങ്ങളിൽ കോൺഗ്രസ് രാഷ്ട്രീയം, ഉൾപാർട്ടി രാഷ്ട്രീയത്തിലെ ഗ്രൂപ്പ് പോരുകൾ വിവിധ ഘട്ടങ്ങളിൽ പ്രതിസന്ധിയിലേക്ക് കടക്കുമ്പോഴെല്ലാം അതിലൊരു മീഡിയേറ്റർ എന്ന നിലയിൽ എപ്പോഴും ഹൈക്കമാൻഡ് അടക്കം മുന്നിൽ കണ്ട ഒരാളായിരുന്നു തെന്നല ബാലകൃഷ്ണപിള്ള. പലപ്പോഴും സ്ഥാനമാനങ്ങൾ എല്ലാം നിഷേധിക്കപ്പെടുമ്പോഴും ആ ഒരു സ്വതസിദ്ധമായ ചിരിയോടുകൂടി പലപ്പോഴും KPCC അധ്യക്ഷ പദവി പോലും ഒരു ചിരിയോടുകൂടി പുറത്തേക്ക് രാജിക്കത്ത് നൽകി പുറത്തേക്ക് ഇറങ്ങി വന്ന കാഴ്ചകളെല്ലാം രാഷ്ട്രീയ കേരളം വിവിധ ഘട്ടങ്ങളിൽ കണ്ടതാണ്. എപ്പോഴും ആ ഒരു ഒത്തുതീർപ്പ് ഫോർമുലയായി ചിലപ്പോൾ സ്ഥാനമാനങ്ങൾ എത്തിയപ്പോൾ പോലും ഒരു സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയും ഒരാളുടെയും മുന്നിൽ ഒരു തവണ പോലും ചോദിച്ചിട്ടില്ലാത്ത സ്ഥാനമാനങ്ങൾ ഇങ്ങോട്ട് തേടി വരുമ്പോഴും ചിലപ്പോൾ ഒത്തുതീർപ്പ് ഫോർമുലയുടെ ഭാഗമായി അവസാന നിമിഷം നഷ്ടപ്പെട്ട സാഹചര്യം, മന്ത്രിപദം പോലും അവസാന നിമിഷം നഷ്ടപ്പെട്ട കഥ പോലും പല രാഷ്ട്രീയ കേരളത്തിൽ, ഒരുപക്ഷെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ പോലും ഇങ്ങനെ ഒരാൾ ഇനി ഉണ്ടാകുമോ എന്നുള്ളൊരു സംശയം തന്നെ എപ്പോഴും രാഷ്ട്രീയക്കാർ ഉന്നയിക്കുന്നുണ്ട്. എന്തായാലും കേരള രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു യുഗമാണ് അവസാനിക്കുന്നത്. ഒരു മണ്ഡലം സാധാരണ കോൺഗ്രസ് പ്രവർത്തനമായി ഏറ്റവും ബ്ലോക്കിൽ നിന്ന് ആരംഭിക്കുന്നു. ബ്ലോക്ക് പ്രസിഡന്റ് എന്ന നിലയിൽ നിന്ന് ആരംഭിച്ച ഒടുവിൽ KPCC അധ്യക്ഷ പദവി 2 തവണ ചുമതലയേൽക്കുകയും തൻ്റെ ആ ചുമതലകളെല്ലാം വളരെ വിജയകരമായി പൂർത്തീകരിച്ച് ഒരുപക്ഷെ കോൺഗ്രസ് ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയത്തിന് നേതൃത്വം നൽകിയ തൊട്ട് പിന്നാലെ KPCC അധ്യക്ഷ പദവി ഈ കോൺഗ്രസിൻ്റെ ഉൾപാർട്ടി രാഷ്ട്രീയത്തെ തുടർന്ന് രാജിവെക്കേണ്ടി വന്ന ഒരു ചരിത്രം പോലും നമ്മളിപ്പോഴും വിഷമത്തോടെ ഓർക്കുന്ന ഒരു കാര്യമാണ്. എന്തായാലും ഇവിടെ നിന്ന് 10:30 വീട്ടിലെ തിരുവനന്തപുരത്തെ നെട്ടയത്തെ വീട്ടിൽ നിന്ന് വിലാപയാത്രയായി KPCCയിലേക്ക് പോകും. KPCCയിൽ 11 മണി മുതൽ പൊതുദർശനം ആരംഭിക്കും. മുതിർന്ന കോൺഗ്രസ് നേതാക്കളും രാഷ്ട്രീയ പ്രമുഖരും KPCCയിലായിരിക്കും അന്തിമോപചാരം അർപ്പിക്കാൻ എത്തുക. അതിനുശേഷം അയ്യപ്പ സേവാ ഓഫീസിലേക്കായിരിക്കും കൊണ്ടുപോകുക. ദീർഘകാലം അദ്ദേഹം ഒരേ സമയം KPCC കോൺഗ്രസ് നേതാവായി നിൽക്കുമ്പോഴും അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അധ്യക്ഷ പദവി 15 വർഷത്തോളം അലങ്കരിച്ച ആളാണ്. 15 വർഷത്തോളം, പ്രത്യേകിച്ച് കഴിഞ്ഞ ഈ ശബരിമല വിഷയമെല്ലാം നടക്കുമ്പോഴെല്ലാം അയ്യപ്പ സേവാ സംഘത്തിൻ്റെ അധ്യക്ഷ പദവിയിലിരുന്ന് ആ ഒരു അയ്യപ്പ വിശ്വാസികളെ ചേർത്ത് നിർത്തി പ്രതിഷേധങ്ങളെല്ലാം ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയ ആളും കൂടിയാണ്. അക്കാര്യങ്ങൾ കൂടി ഈ സമയത്ത് ഓർക്കണം. 12 മണി മുതൽ 1 മണി വരെ അവിടെ പൊതുദർശനം. അതിനുശേഷം ശാന്തി കവാടത്തിൽ പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ ആയിരിക്കും സംസ്കാര ചടങ്ങുകൾ നടക്കുക. SKN.